ഹലോ, കേൾക്കാം കേൾക്കാം, കാണാം. യെസ് പറയൂ. യെസ്, കേൾക്കാവോ? യെസ്, ഗുഡ് മോർണിംഗ്. യെസ്, ഞാനിപ്പോ യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ലിങ്ക് ഞാൻ ഇടാം. Okay, 8:45 ആയി. Let's get started. വിഷ്ണു ശങ്കർ, ഹലോ. യൂട്യൂബിൽ നിന്ന് ഹായ് പറയാം. ഓക്കെ, ആദ്യം കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് എന്തായിരുന്നു എന്ന് പറഞ്ഞ മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ആണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? മെറ്റീരിയൽ ക്വസ്റ്റ്യൻ മാത്രമാണോ ഉള്ളത്? യെസ്, ഗുഡ് മോർണിംഗ്. മെറ്റീരിയൽ ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളത് ഹോംവർക്ക്? അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് സ്ട്രെയിറ്റ് ലൈൻ തുടങ്ങാന്നല്ലേ പറഞ്ഞത്? ഏഴ് വരെ ചെയ്തിട്ടേ. എട്ടാമത്തെ ചോദ്യം. എട്ടല്ലേ എന്ത് ചെയ്യണേ? സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ. സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈൻ ഓഫ് എ മൈനസ് ബി ഫോം ആണ്. അതെന്താണ്? സൈൻ പൈ ഇൻറ്റു കോസ് തീറ്റ മൈനസ് കോസ് പൈ ഇൻറ്റു സൈൻ തീറ്റ. സൈൻ പൈയുടെ വാല്യൂ 0 ആണ്. കോസ് പൈയുടെ വാല്യൂ -1 ആണ്. ഫസ്റ്റ് ടേം 0 ആയി പോയി. അപ്പൊ എന്തായി? ബാക്കി എന്തായി മാറി? സൈൻ തീറ്റ ആയി. സൈൻ തീറ്റ തന്നെയാണ്. സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ സൈൻ തീറ്റ. സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ സൈൻ തീറ്റ. സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ സൈൻ തീറ്റ. ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? cos of a minus b അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. നമ്മൾ പറഞ്ഞതാണ് cos of a minus b എന്ന് പറയുമ്പോൾ cos a cos b
പ്ലസ് സൈൻ എ സൈൻ ബി മാർക്ക് ചെയ്തിട്ടോ cos a cos b പ്ലസ് സൈൻ എ സൈൻ ബി. ഓക്കെ അല്ലേ? ഫൈൻ. അടുത്തത് tan of a plus b. tan of a plus b നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായില്ലേ? sin of a plus b by cos of a plus b എന്നിട്ട് ത്രൂ ഔട്ട് cos a cos b കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ടാനിന്റെ ഫോമിൽ മാത്രമായിട്ട് ആൻസർ കിട്ടി നമുക്ക്. ടാനിന്റെ ഫോമിൽ മാത്രമായിട്ട് ആൻസർ കിട്ടി. ഇതറിയണം, അറിയേണ്ട കാര്യമാണ്. tan of a plus b എന്ന് പറയുമ്പോൾ tan a plus tan b divided by 1 minus tan a tan b. tan a plus tan b divided by 1 minus tan a tan b. Okay, cool. Which of the following is not equal to cos 2x? So cos 2x in a basic idea ennaanu cos of a plus b the a x കൊടുക്കുക b x കൊടുക്കുക. അപ്പോൾ cos square x minus sin square x ആണ് സംഭവം. cos square x minus sin square x. cos square x minus sin square x ആണ് സംഭവം. അപ്പോൾ അതേ സാധനം തന്നെ 1 minus അത് കറക്റ്റ് ആണ്. 1 minus 2 sin square x എഴുതാം. 2 cos square x minus 1 എഴുതാം. 1 minus tan square x by 1 plus tan square x എഴുതാം. അപ്പൊ ഇതാണ് തെറ്റായ ഉത്തരം. ഏത്? 1 plus tan square by 1 minus tan square. അപ്പൊ ആൻസർ മാർക്ക് ചെയ്യേണ്ട ആൻസർ ഇതാണ്. കുഴപ്പമില്ലല്ലോ. പിന്നെ cos of 5 pi by 6. cos of 5 pi by 6 കണ്ടുപിടിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. cos of 5 pi by 6 കണ്ടുപിടിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോ എളുപ്പം എന്ന് പറഞ്ഞാല് cos 5 pi by 6 എന്ന് എത്രയാണ് ആംഗിൾ? 5 pi by 6 എന്ന് എത്രയാണ് ആംഗിൾ സാർ? എത്ര ഡിഗ്രിയാണ്? ഡിഗ്രിയുടെ ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രിയാണ്. ഡിഗ്രി 200 ഡിഗ്രീസ് ആണ്. 5 by 6 30 degrees ആണ്. 5 by 6 30 degrees ആണ്. അപ്പോൾ 5 into 30 degrees 150 degrees ആണ് സംഭവം. 150 degrees ആണ്. ജസ്റ്റ് പറഞ്ഞു മാത്രം. അപ്പൊ വേണമെങ്കിൽ ഇത് cos of 90 plus 60 എഴുതാം, അല്ലെങ്കിൽ 180 minus 30 എഴുതാം. 90 plus 60 എഴുതാം, അല്ലെങ്കിൽ 180 minus 30 എഴുതാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പൊ ഞാൻ അതിനെ ഇങ്ങനെ എഴുതാമ്പോ cos of pi minus pi by 6 എഴുതും. This is cos pi into cos pi by 6 plus sin pi into sin pi by 6. cos pi യുടെ വാല്യൂ -1 ആണ്. cos pi by 6 ന്റെ വാല്യൂ √3/2 ആണ്. ഇതിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇത് നോക്കേണ്ട ആവശ്യമില്ല. into okay, അപ്പൊ ആൻസർ എന്താ? ഈ ടേം 0 ആയി പോയി. ബാക്കി എന്താണുള്ളത്? -1 into √3/2 കിട്ടിയില്ലേ? -√3/2. yes or no? okay, ശരി. അടുത്ത ചോദ്യം. അടുത്തത് sin 75 degrees ആണ്. sin 75 degrees. sin 75 degrees ആണ്. അപ്പൊ sin of 45 degrees plus 30 degrees.
അപ്പോൾ ഇത് sin 45 into cos 30 plus cos 45 into sin 30. Okay, so this becomes 1 by root 2 into 1 by 2 plus 1 by root 2 into 1 by root 2 into 1 by 2 alla root 3 by 2. 1 by root 2 into 1 by 2. अब common denominator 2 root 2 ആണ്, numerator root 3 plus 1. root 3 plus 1 by 2 root 2. കിട്ടിയില്ലേ? root 3 plus 1 by 2 root 2. See. Yes or no പറയോ? Yes. 13 കഴിഞ്ഞു. 14. 14 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. cot square pi by 6 അത് നമുക്ക് ഓൾറെഡി അറിയുന്ന സാധനമാണ്. അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. cot pi by 6 എന്ന സാധനം √3 ആണ്. അപ്പോൾ ഇത് എന്താ പറയാ നമ്മളത് √3 സ്ക്വയർ 3. tan square pi by 6 അത് 1 by √3 ആണ്. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 1 by 3 3 into 1 by 3 വരുമ്പോൾ എന്താ പറയാ നമ്മളത് 1. ഇനി cosec 5 pi by 6 cosec 5 pi by 6 കണ്ടുപിടിക്കാനേ നമുക്ക് എന്ത് ചെയ്യാം? sin of 5 pi by 6 കണ്ടുപിടിച്ചിട്ട് റെസിപ്രോക്കൽ കണ്ടുപിടിക്കാം. sin of 5 pi by 6 number sin of pi minus pi by 6. sin of pi minus pi by 6. sin of pi minus pi by 6 എന്താ പറയുന്നത്? sin pi into cos pi by 6 minus cos pi into sin pi by 6. sin pi ലെട്ടത് 0 ആയി പോയി, cos pi ലെട്ടത് -1 ആണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി -1 times sin pi by 6 എന്താ പറയുന്നത്? 1 by 2. 1 by 2. sin 5 by 6 1 by 2. അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 2 ആണ്. സംശയമില്ല, മൊത്തത്തിൽ 6 ആണ് ആൻസർ. 6 2 6 അല്ല ആൻസർ. ഇന്റർനെയിൽ മുന്നത്തെ ക്വസ്റ്റ്യന്റെ കാര്യം പറയണേ. ഇപ്പത്തെ 2 പറഞ്ഞ അല്ലേ? ശരി, ഫൈനൽ ആൻസർ 6 അല്ലേ? 6 പറയണോ? Yes, 6 is the answer. Okay. ശരി, ഇപ്പൊ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകണം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഈ കോഴ്സിൽ. സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അഗൈൻ ഇത് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. അപ്പൊ +1ലേക്ക് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് പോകാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. അതില് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. അപ്പൊ 10ാം ക്ലാസ്സിൽ കോർഡിനേറ്റ് ജോമെട്രി കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിച്ച കോർഡിനേറ്റ് ജോമെട്രി എല്ലാവർക്കും അറിയാം. എന്താണ്? നമ്മള് നമ്പർ ലൈനില് റിയൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു നമ്പർ ലൈൻ നമ്മൾ എന്താണ് എക്സ് ക്വാണ്ടിറ്റികൾ വൈകൾ റെപ്രസെന്റ് ചെയ്താൽ ഇനി നമ്മൾ എന്ത് ചെയ്യാം? കോർഡിനേറ്റ് പെയർസ് റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് അറിയാം. ഉദാഹരണത്തിന് ഇത് എക്സ് കോമ വൈ ആണെങ്കിൽ, ഈ പോയിന്റ് എക്സ് കോമ വൈ ആണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടറിലാണ്. ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് എക്സ് ആയിരിക്കും, അതുപോലെ എന്തായിരിക്കും ഈ ഡിസ്റ്റൻസ് വൈ ആയിരിക്കും. ആണ് എക്സ് കോമ വൈ റെപ്രസെന്റ്. ഇതാണ് പോയിന്റിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇനി നിങ്ങൾ പഠിച്ച കാര്യം എന്താ വെച്ചാല് ഡിസ്റ്റൻസ് ഫോർമുല. എ എന്ന് പറഞ്ഞ പോയിന്റ് x1 y1 ആണ്, ബി എന്ന് പറഞ്ഞ പോയിന്റ് x2 y2 ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്താ പഠിച്ചത്? ഡിസ്റ്റൻസ് ഫോർമുല എന്താ പഠിച്ചത്? പറഞ്ഞ √x2 - x1 the whole square plus y2 - y1 the whole square. This is nothing but Pythagoras theorem. ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചു, ഓർമ്മയില്ലേ? യെസ് ഓർ നോ? പിന്നെ സെക്ഷൻ ഫോർമുല പഠിച്ചു.
സെക്ഷൻ ഫോർമുല പഠിച്ചതാണ് എ എന്ന് പറഞ്ഞ ബി ഉണ്ട്, സി ഇതിനെ m/n റേഷ്യോ ഡിവൈഡ് ചെയ്യണം. ഇത് x1 y1 ആണെങ്കിൽ ഇത് x2 y2 ആണെങ്കിൽ ഇതിനെ നമ്മൾ ഒരു ഇന്റേണൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അതായത് c is a point which divides a and b internally in the ratio m/n. അപ്പൊ c യുടെ കോർഡിനേറ്റ്സ്, c യുടെ x കോർഡിനേറ്റ് എങ്ങനെ വരുന്നത് നോക്കിയേ. x കോർഡിനേറ്റ് പറഞ്ഞാൽ mx2 plus nx1 by m plus n, comma y കോർഡിനേറ്റ് എന്താ വരുന്നത് my2 plus ny1 by m plus n. ഇതൊക്കെ 10ാം ക്ലാസ്സിലെ കാര്യമായിട്ട് പറയണം, പുതിയതായിട്ട് പറയണമെന്നില്ല. Okay, fine. Next, നിങ്ങൾ പഠിച്ചത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ പഠിച്ചതായിരുന്നു. ഓർമ്മയില്ലേ? അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു modulus of x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. What is your area of a triangle whose vertices are x1 y1 x2 x1 y1 x2 y2 x3 y3? അത് പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളായി പറഞ്ഞത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താ അറിയോ? 3 പോയിന്റുകൾ കൊലീനിയർ ആവാനുള്ള കണ്ടീഷൻ, കൊലീനിയാരിറ്റി കണ്ടീഷൻ എ ബി സി. 3 പോയിന്റ് കൊലീനിയർ ആവാനുള്ള കണ്ടീഷൻ. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. ഓക്കെ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. മൂന്നാമത്തെ മെത്തേഡ് എന്താ? ഏജ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. ഇത് ഓർമ്മയില്ലേ? ഓക്കെ. കൊലീനിയാരിറ്റിയുടെ കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ശ്രദ്ധിച്ചു. സ്ട്രെയിറ്റ് ലൈൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ട്രെയിറ്റ് ലൈൻസ്. കോർഡിനേറ്റ് ജോമെട്രിയിൽ നമ്മൾ പുതുതായി പഠിക്കാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈൻസിനെ കുറിച്ചാണ്. സ്ട്രെയിറ്റ് ലൈൻസ് നിങ്ങൾ ലീനിയർ ഇക്വേഷൻസ് പറഞ്ഞ ചാപ്റ്ററില് സ്ട്രെയിറ്റ് ലൈനുകൾ, അതായത് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ സ്ട്രെയിറ്റ് ലൈനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 2x plus 3y is equal to 5 എന്ന് പറഞ്ഞ സാധനം ഒരു ലീനിയർ ഇക്വേഷൻ x and y ആണ്. ഇതിന്റെ ഗ്രാഫ് വരച്ചാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പോയിന്റുകളും ഉണ്ട്. ഓക്കെ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര പോയിന്റുകൾ ഉണ്ടാവും? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര പോയിന്റുകൾ ഉണ്ടാവും? ഇൻഫിനിറ്റി മെനി പോയിന്റ്സ്. ആ പോയിന്റുകളുടെ കളക്ഷൻ ഒന്ന് റെപ്രസെന്റ് ചെയ്ത്, ആ പോയിന്റുകളുടെ കളക്ഷൻ ഒരു സെറ്റ് ആയിട്ട് ഒന്ന് റെപ്രസെന്റ് ചെയ്ത്, ആ പോയിന്റുകളുടെ കളക്ഷൻ ഒരു സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത്, പോയിന്റുകളുടെ കളക്ഷൻ ഒരു സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത്. അല്ലല്ലോ, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി ഉള്ള എല്ലാ പോയിന്റുകളും ഉണ്ട്. അല്ലല്ലോ, പോയിന്റുകളാണ്. പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡേർഡ് പെയറുകളാണ്. ഓർഡേർഡ് പെയറുകളാണ് ഉണ്ടാവുക. ചിന്തിച്ചിട്ട് പറയൂ, ആരാണ് ആൻസർ പറയണമെന്ന് നോക്കട്ടെ. ഈ ലൈനില് ഈ ലൈനിൽ എന്ന് പറഞ്ഞില്ല, ഈ കണ്ടീഷൻ ഇതൊരു ലീനിയർ ഇക്വേഷൻ. ദിസ് ഇസ് എ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്.
This is a linear equation, two variables. ഈ condition satisfy ചെയ്യുന്ന minus r to r. ചിന്തിക്കണോ ചിന്തിക്ക്. എന്തായിരിക്കും? അപ്പൊ ഇതിലെ ഈ പോയിന്റുകളുടെ കളക്ഷൻ ഇങ്ങനെയൊക്കെയാണ്. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് ബൈ x, y such that 2x plus 3y is equal to 5. x is a real number, y is a real number എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, എഴുതിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അണ്ടർസ്റ്റുഡ് ആണ്. We are referring to real numbers. Yes, set of all ordered pair x, y. Ordered pair x, y. No, ordered pair x, y. Ordered pair x, y such that 2x plus 3y is equal to 5. ഇത് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ x, y കളുടെയും കളക്ഷൻ ആണ്. ഓക്കെ, ഈ ഓർഡേർഡ് പെയറുകൾ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഓർഡേർഡ് പെയർ പ്ലോട്ട് ചെയ്യാൻ എന്താണ്? ഇത് 2,3 ആണെങ്കിൽ എന്ത് ചെയ്യാം? 2,3 ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. നമുക്കറിയാം, ഓൾറെഡി കോർഡിനേറ്റ് ജോമെട്രി പഠിച്ചു. ഈ പോയിന്റുകളെല്ലാം പ്ലോട്ട് ചെയ്താൽ കിട്ടുന്ന ഷേപ്പ് ഉണ്ട്, അതാണ് അതിന്റെ കറസ്പോണ്ടിങ് ഗ്രാഫ്. മനസ്സിലായില്ലേ? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പോയിന്റുകളും. അപ്പൊ ഈ കേസിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. 2x plus 3y is equal to 5 എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ അതിന്റെ ഷേപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും വരയ്ക്കാൻ അറിയാം. ദാ 2x plus 3y is equal to 5. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിന് ഇൻഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ഈ ഇക്വേഷന്റെ ഗ്രാഫ് ആണ്. ഓക്കെ, തിരിച്ചു പറഞ്ഞാല് ഈ ലൈനിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ ആണ് അത്. എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഈ ലൈനിലുള്ള എല്ലാ പോയിന്റുകളും സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ ആണ്. ഈ ലൈനിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ ആണ് 2x plus 3y is equal to 5. പിടികിട്ടിയില്ലേ? ആ ലൈനിലുള്ള എല്ലാ പോയിന്റുകളും സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ ആണ് 2x plus 3y is equal to 5. ഓക്കെ, അതാണ് ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഇക്വേഷൻ ഓഫ് എ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. ഇക്വേഷൻ ഓഫ് എ ലൈൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ലൈനിലുള്ള എല്ലാ പോയിന്റുകളും സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ ആണ് സാർ. പക്ഷെ ലൈനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ലൈനിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് രണ്ട് പോയിന്റ്സ് മാത്രം മതി എന്ത് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. കാരണം എന്താ? 2 പോയിന്റ് ഉണ്ടെങ്കിൽ അതിലെ കൂടെ ഒരു യുണീക്ക് ലൈൻ പാസ് ചെയ്യുന്നുണ്ടോ? മനസ്സിലായില്ലേ? 2 ലൈൻ ഉണ്ടെങ്കിൽ അതിലെ കൂടെ ഒരു യുണീക്ക് ലൈൻ പാസ് ചെയ്യുന്നു. 2 പോയിന്റിൽ കൂടെ ഒരു യുണീക്ക് ലൈൻ പാസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ലൈനിലുള്ള ഒരു പ്രത്യേകതയാണ്. 2 പോയിന്റ്സ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, കാര്യം ക്ലിയർ ആക്കാട്ടാ. നിങ്ങൾ പഠിച്ചതുണ്ടാവും, കുറെ കാര്യങ്ങൾ മെക്കാനിക്കലി പഠിക്കാതെ എന്താ മനസ്സിലാക്കുക. 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ് ഒന്നും വേണ്ട അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും. കാരണം 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അതിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു യൂണീക്ക് ലൈൻ ഉണ്ടാവും. ഓക്കെ, പണ്ടൊരിക്കലും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അതായത് 2 പോയിന്റിൽ കൂടെ ഒരു യൂണീക്ക് ലൈൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഒരുത്തൻ പറഞ്ഞത്, സാറേ അതിന് ഒന്നിൽ കൂടുതൽ ലൈൻ വരയ്ക്കാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ശരി നീ വരയ്ക്കാൻ പറഞ്ഞു. ബോർഡിലേക്ക് വിളിച്ചു. അപ്പൊ ബോർഡിലേക്ക് വിളിച്ചപ്പോ അവൻ പേനയൊക്കെ എടുത്തിട്ട്, മാർക്കർ ചോക്കാണ് എടുത്തിട്ട് ഞാൻ വരച്ച ലൈനിന്റെ മേലെ കൂടെ ഒരു ലൈൻ കൂടെ വരച്ചു. അപ്പൊ ഞാൻ ചോദിച്ചൂടാ, ഇത് സെയിം ലൈൻ അല്ലേ? ഞാൻ വരച്ചിരിക്കുന്ന അതേ ലൈൻ അല്ലേ? അപ്പൊ അവൻ പറയാം അതിന്റെ തിക്നെസ് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ മിസ്കോൺസെപ്ഷൻസ് ഒന്നും ഉണ്ടാകരുത് കേട്ടോ. തിക്നെസ് ഒന്നും അല്ല അതിലെ കാര്യം. ഓക്കെ, ഒരു ലൈൻ എടുത്താല്
ലൈനിന്റെ തിക്നെസ് മാറിയത് അത് വേറെ ലൈനോ എന്നല്ല. ഉദ്ദേശിക്കുന്നത് എന്താ, ആ ലൈനിൽ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ആ എല്ലാ പോയിന്റുകളും നമുക്ക് 1 by 1 റെപ്രസെന്റ് ചെയ്യാനോ പറ്റുന്നില്ല. അതൊക്കെ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ്. ഓക്കെ, നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ അതിന്റെ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം, അതിന്റെ ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ആ ലൈനിന്റെ ഇക്വേഷൻ. ഫൈൻ. ഓക്കെ, ഇനി നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഒരു ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ എന്തൊക്കെ കണ്ടീഷൻ വേണം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഒരു ലൈൻ, ഏതൊരു ലൈനും 2 ഡയമെൻഷനിൽ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ഏതൊരു ലൈനും പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ, അതിനെയാണ് അതിന് ഇൻക്ലിനേഷൻ എന്ന് വിളിക്കുന്നത്. എന്താ പറയുന്നത്? ഇൻക്ലിനേഷൻ. ഒരു ഏതൊരു ലൈൻ എടുത്താലും അതെന്താണ്, എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ. കുഴപ്പമില്ലല്ലോ. അപ്പൊ ബേസിക്കലി ലൈനിന്റെ ഡയറക്ഷൻ തരുന്നത് എന്താണ്? ആ ലൈൻ ഏത് ഡയറക്ഷൻ ആണെന്നുള്ളത് തീരുമാനിക്കുന്നത് എന്താണ്? ലൈന് എക്സ് ആക്സിസ് ആയിട്ട് നമ്മളെ റെഫറൻസ് എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുന്നു, അത്രേ ഉള്ളൂ. എക്സ് ആക്സിസ് ആയിട്ട് എത്ര ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടോ, എക്സ് ആക്സിസ് ആയിട്ട് എത്ര ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടോ അതാണ് പറയുന്നത്. ഫൈൻ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉപയോഗം കേട്ടോ. നമുക്ക് ഒരു ലൈൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഇൻക്ലിനേഷൻ നമുക്ക് ആവശ്യം. അപ്പൊ ഇൻക്ലിനേഷൻ നമ്മൾ യൂഷ്വലി എടുക്കുക 0 മുതൽ പൈ വരെയുള്ള വാല്യൂസ്. 0 മുതൽ പൈ വരെയുള്ള വാല്യൂസ്, 0 to പൈ വരെയുള്ള വാല്യൂസ് ആണ് നമ്മൾ ഇൻക്ലിനേഷൻ ആയിട്ട് എടുക്കുക. പക്ഷെ ഇൻക്ലിനേഷൻ ഡയറക്റ്റ് ഉപയോഗിക്കാതെ അത് ഇത്തിരി റിഫൈൻ ചെയ്തിട്ട് വേറൊരു സാധനമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ഇൻക്ലിനേഷൻ ഉപയോഗിക്കുമ്പോൾ 0 to പൈ ആണ് അതിന്റെ വാല്യൂസ്. പകരം അത് ഇത്തിരി കൂടെ ഒക്കെ റിഫൈൻ ചെയ്തിട്ട് അതിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പോകണം. അത് ശ്രദ്ധിച്ച് ടാൻ ഓഫ് തീറ്റ. ഇങ്ങനത്തെ ഒരു ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഒരു ലൈനിനെ അതിന്റെ ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യാൻ. ഡയറക്ഷൻ ശരിക്കും തരുന്നത് ഈ ആംഗിൾ ആണ്. ഈ ആംഗിൾ തീറ്റ മാറുന്നതിനനുസരിച്ച് ഈ ലൈൻ പല പല ഡയറക്ഷനാണ് ഉണ്ടാവുക. അപ്പൊ ടാൻ തീറ്റയാണ് അതിന്റെ ഇൻക്ലിനേഷൻ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ എടുക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് അതിന്റെ സ്ലോപ്പ് ഓഫ് എ ലൈൻ. എല്ലാവരും നോട്ട് ചെയ്ത് സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? ആ ലൈൻ അതിന്റെ എക്സ് ആക്സിസ് ആയിട്ടുള്ള ഇൻക്ലിനേഷൻ മെഷർ ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. നേരെ നമുക്ക് തീറ്റ എടുക്കാമായിരുന്നു, പക്ഷെ ഞാൻ നേരെ തീറ്റ എടുക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്തെന്ന് മാത്രം, നേരെ തീറ്റ എടുക്കുന്നതിന് പകരം നേരെ ഉപയോഗിച്ചിട്ടില്ല, നമ്മൾ ടാൻ തീറ്റയാണ് ഉപയോഗിച്ചത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, തീറ്റ വാല്യൂ 0 പൈക്ക് ഇടയിലാണെങ്കിൽ ടാൻ തീറ്റ വാല്യൂസ് ചെയ്തിട്ടുണ്ടോ? ടാൻ തീറ്റ വാല്യൂ ഏത് ഇന്റർവെല്ലാണ് ഒന്ന് പറയും എല്ലാവരും. തീറ്റ വാല്യൂ 0 പൈക്ക് ഇടയിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ടാൻ തീറ്റ വാല്യൂ ഏത് ഇന്റർവെല്ലുണ്ടാവും? എല്ലാവരും പറഞ്ഞേ. പറയടോ, ആരും പറയണില്ലല്ലോ. നമ്മൾ ഓൾറെഡി ഇപ്പൊ ട്രിഗണോമെട്രി പഠിച്ചിട്ടാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് പറയണേ y2 minus y1 by x2 minus x1. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ലെ? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമ്മൾ കണ്ടു. തീറ്റ 0 to 5 വേരി ചെയ്യുമ്പോൾ ടാൻ തീറ്റ വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. തീറ്റ അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ എന്തായിരിക്കും? ടാൻ തീറ്റ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി കണ്ടു ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ.
തീറ്റ വാല്യൂ ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ അതായത് 0 നും 90 ഇടയിലാണ്. തീറ്റ വാല്യൂ 0 ആണെങ്കിൽ ടാൻ തീറ്റ വാല്യൂ എന്താണ്? 0 ആണ്. ടാൻ തീറ്റ 0 ആണ്. തീറ്റ വാല്യൂ 0 ആണെങ്കിൽ ടാൻ തീറ്റ വാല്യൂ 0 ആണ്. തീറ്റ അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ, അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? 0 നും 90 ഇടയിലാണെങ്കിൽ ടാൻ തീറ്റ വാല്യൂ പോസിറ്റീവ് ആണ്. തീറ്റ π/2 ആണെങ്കിൽ റൈറ്റ് ആംഗിൾ ആണെങ്കിൽ ടാൻ തീറ്റ വാല്യൂ ഇസ് അൺഡിഫൈൻഡ്. ടാൻ തീറ്റ വാല്യൂ ഇസ് അൺഡിഫൈൻഡ്. അതുപോലെ തീറ്റ വാല്യൂ ഒബ്റ്റ്യൂസ് ആണെങ്കിൽ, തീറ്റ വാല്യൂ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് തീറ്റ എങ്കിൽ എന്തായിരിക്കും? ടാൻ തീറ്റ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലോപ്പ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, എല്ലാ റിയൽ നമ്പേഴ്സും എടുക്കുന്ന ഒരു നമ്പർ ആണ്. എല്ലാ റിയൽ വാല്യൂസും വരുന്ന ഒരു നമ്പർ ആണ്. തീറ്റ അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ അത് പോസിറ്റീവും, തീറ്റ റൈറ്റ് ആംഗിൾ ആണെങ്കിൽ അൺഡിഫൈൻഡ്, തീറ്റ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണ് വരാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? സ്ലോപ്പ് അപ്പൊ നോക്കി, ഇങ്ങനത്തെ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഇങ്ങനത്തെ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങനത്തെ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഇങ്ങനത്തെ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പറയണോ? നെഗറ്റീവ്. ഓക്കെ, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിന്റെ സ്ലോപ്പ് m എന്നാണ് യൂഷ്വലി സ്ലോപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ കേസിൽ m പോസിറ്റീവ്, ഈ കേസിൽ m നെഗറ്റീവ് ആയിരിക്കും. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ, ഈ കേസിൽ m എന്തായിരിക്കും? 0. m 0. y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ ലൈൻ, വെർട്ടിക്കൽ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? m is undefined. വെർട്ടിക്കൽ ലൈനിന്റെ സ്ലോപ്പ് undefined. മനസ്സിലായില്ലേ? അപ്പൊ സ്ലോപ്പ് m എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സ്ലോപ്പ് തരുന്നത് എന്താണ്? ഒരു ലൈൻ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആയിട്ടുള്ള ഇൻക്ലിനേഷൻ തീറ്റയുടെ, ആ ഇൻക്ലിനേഷൻ തീറ്റയുടെ എന്ത്? ടാൻ തീറ്റ വാല്യൂ. ഓക്കെ, ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് സ്ലോപ്പ് അൺഡിഫൈൻഡ് ആണ്. ഇവിടെ അക്യൂട്ട് ആംഗിൾ ആയതുകൊണ്ട് സ്ലോപ്പ് പോസിറ്റീവ്, ഒബ്റ്റ്യൂസ് ആംഗിൾ ആയതുകൊണ്ട് സ്ലോപ്പ് നെഗറ്റീവ്. 0 ആണ്. ഇവിടെ തീറ്റ 0 ആണ്. തീറ്റ 0 ആയതുകൊണ്ട് m 0. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, സ്ലോപ്പിന്റെ വേറൊരു പേരാണ് ഗ്രേഡിയന്റ്. ഓക്കെ, സ്ലോപ്പിന്റെ വേറെ പേരാണ് ഗ്രേഡിയന്റ്. പ്രശ്നമില്ലല്ലോ, നമുക്ക് ഓർത്തു വെച്ചോളൂ. ഗ്രേഡിയന്റ്. ശരി, അപ്പോ ഒരു ലൈൻ യുണീക്ക് ആയിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിന്റെ ഡയറക്ഷൻ വേണം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഡയറക്ഷൻ മാത്രം ഉണ്ടായതുകൊണ്ട് എന്ത് കിട്ടില്ല? ആ ലൈൻ യുണീക്ക് അല്ല. എന്താ കാരണം എന്ന് ആലോചിച്ച്, ഡയറക്ഷൻ മാത്രമാണെങ്കിൽ ആ ലൈൻ യുണീക്ക് ആണ്. ഇവിടെ ലൈൻ എടുത്തു ഞാൻ, അതിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ എടുത്താലും അതിന്റെ സ്ലോപ്പും സെയിം അല്ലേ? പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ എടുത്താലും അതിന്റെ സ്ലോപ്പ് സെയിം അല്ലേ? സ്ലോപ്പ് കൊണ്ട് മാത്രം ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, സ്ലോപ്പ് കൊണ്ട് മാത്രം ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ യുണീക്ക് ആയിട്ട് ഒരു ലൈൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് എന്താണ്? 2 പോയിന്റ് ഉണ്ടെങ്കിൽ നടക്കും. 2 പോയിന്റ് ഉണ്ടെങ്കിൽ there is a unique line. Okay, 2 പോയിന്റ് ഉണ്ടെങ്കിൽ there is a unique line. സ്ലോപ്പ് മാത്രം ഉണ്ടെങ്കിൽ കാര്യമില്ല, സ്ലോപ്പും എന്ത് വേണം? ഒരു പോയിന്റ് തരണം. സ്ലോപ്പും ആ അടുത്ത ഒരു പോയിന്റ് തരണം. വെറുതെ ഒരു പോയിന്റ് മാത്രം തന്നാൽ മതിയോ? വെറുതെ ഒരു പോയിന്റ് മാത്രം തന്നാൽ ഒരു യൂണിക് ലൈൻ ഉണ്ടോ? ഇല്ല. ആ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ കുറെ ലൈൻസ് പോസിബിൾ ആണ്. ആ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ കുറെ ലൈൻസ് പോസിബിൾ ആണ്. ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ കുറെ ലൈൻസ് പോസിബിൾ ആണ്. സെയിം സ്ലോപ്പ് ഉള്ള രീതിയിൽ കുറെ ലൈൻസ് പോസിബിൾ ആണ്. കാര്യം മനസ്സിലായോ? സെയിം സ്ലോപ്പ് ഉള്ള രീതിയിൽ കുറെ ലൈൻസ് പോസിബിൾ ആണ്. സെയിം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം ഡയറക്ഷൻ ഉള്ള രീതിയിൽ കുറെ ലൈൻസ് പോസിബിൾ ആണ്. ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ എന്താണ് കുറെ ലൈൻസ് പോസിബിൾ ആണ്. അപ്പൊ ഒരു ലൈൻ യൂണിക് ആയിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം?
ഒന്നെങ്കിൽ 2 പോയിന്റ്സ് വേണം, 2 പോയിന്റ്സ്. അല്ലെങ്കിൽ നമുക്ക് വേണം എന്ത് വേണം, സ്ലോപ്പും വേണം ഒരു പോയിന്റും വേണം. സ്ലോപ്പും ഒരു പോയിന്റും വേണം. സ്ലോപ്പും വേണം ഒരു പോയിന്റും വേണം. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ സ്ലോപ്പ് അതിന്റെ ഡയറക്ഷൻ ഡിസൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഏതൊരു ലൈൻ എടുത്താലും അതിനൊരു സ്ലോപ്പ് ഉണ്ടാവും. ഓക്കെ, സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ കണ്ടു. എന്താണ് സ്ലോപ്പ്? സപ്പോസ് എന്റെ കയ്യിൽ ഒരു യൂണിക് ലൈൻ ഉണ്ട്. സപ്പോസ് ഐ ഹാവ് എ യൂണിക് ലൈൻ. ഓക്കെ, യൂണിക് ലൈൻ ഉണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ ലൈൻ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ കണ്ടുപിടിക്കുക. തീറ്റ എന്നിട്ട് ടാൻ ഓഫ് തീറ്റ ആയിരിക്കും നമ്മുടെ സ്ലോപ്പ്. ടാൻ ഓഫ് തീറ്റ ആയിരിക്കും എന്ത് വരും, സ്ലോപ്പ്. No line and have the same slope and same coordinates. എന്താ ഉദ്ദേശിക്കണേ? അതായത് സെയിം സ്ലോപ്പും സെയിം 2 പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആണെങ്കിൽ സെയിം സ്ലോപ്പും സെയിം കോർഡിനേറ്റും ഉദ്ദേശിക്കുന്നത് എന്താ? ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാല്, ഒരു ലൈനിന്റെ ഇക്വേഷൻ, ഒരു ലൈൻ യൂണീക്ക് ആണെന്ന് വിചാരിച്ചു നോക്കി. ഇതൊരു ലൈനാണ്. ഓക്കെ, ഇനി ഇതിന്റെ മേലെ വേറെ തിക്നെസ്സിൽ വരച്ചാൽ എന്താണ്, അത് വേറെ ലൈൻ അല്ല. ഓക്കെ, അത് തിക്നെസ്സിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ഇതിന് പാരലൽ ആയിട്ട് വേറെ ലൈൻ വരച്ചാൽ അത് വേറെ ലൈനാണ്. അല്ലെങ്കിൽ ഇതിലൊരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന വേറെ ലൈൻ ആണെങ്കിൽ വേറെ ലൈൻ. ഇതിന്റെ ഇക്വേഷൻ വ്യത്യാസം ഉണ്ടെന്നാ പറയുന്നത്. പക്ഷെ പറയുന്ന കാര്യം എന്താ, ഇത് L1, ഇത് L2, ഇത് L3 ആണ്. L1 ന്റെ L2 ന്റെ സ്ലോപ്പ് സെയിം ആവാം. L1 ഉം L3 ഉണ്ടോ സെയിം പോയിന്റ് കൂടെ പാസ് ചെയ്യാം, അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഓക്കെ, ഐഡിയ ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനത്തെ ഒരു സാധനം 2x + 3y = 5 4x + 6y = 10. ഇത് രണ്ട് ഡിഫറെന്റ് ഇക്വേഷൻ അല്ലേ? പക്ഷെ രണ്ടും സെയിം ലൈനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് രണ്ടും ഡിഫറെന്റ് ഇക്വേഷൻ അല്ല, ഇത് ആക്ച്വലി സെയിം ഇക്വേഷൻ തന്നെ. കാരണം എന്താ, 4x + 6y = 10 എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം ആസ് 2x + 3y = 5 ആണ്. 4x + 6y = 10 എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം ആസ് 2x + 3y = 5 ആണ്. ഓക്കേ, ഫൈൻ. അപ്പൊ നമുക്ക് നോക്കാം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാൻ നോക്കാം. അപ്പൊ ഒരു ലൈൻ യൂണീക്ക് ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ലൈൻ ഉണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ആ തീറ്റ അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു m = tan θ എന്ന് എഴുതാം. ഒരു വഴി. ഓക്കെ, യൂഷ്വലി നമ്മുടെ കയ്യിൽ തീറ്റ അല്ല ഒരു തന്നിട്ടുണ്ടാവാം. യൂഷ്വലി നമ്മുടെ കയ്യിൽ തീറ്റ അല്ല ഉണ്ടാവുക. കാരണം എന്താ, വി ഓൾവേസ് ടോക്ക് അബൌട്ട് പോയിന്റ്സ് മോർ ഓഫൺ. ഓക്കെ, ലൈനിലെ പോയിന്റുകളെ കുറിച്ചാണ് നമ്മൾ സാധാരണ കൂടുതൽ പറയാറ്. അപ്പൊ ഒരു ലൈനിലെ 2 പോയിന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. ബിയുടെ കോർഡിനേറ്റ്സ് x2 y2, എയുടെ കോർഡിനേറ്റ്സ് x1 y1. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ശ്രദ്ധിച്ചേ, ഫിസിക്സിലായിരുന്നു നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. എന്താ കാര്യം നോക്കി, സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് ഈ ആംഗിൾ തീറ്റ ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല്, ഇങ്ങനെ ഒരു ട്രയാംഗിൾ ഇവിടെ ഫോം ചെയ്യാം. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണ്. ഞാൻ ഇതിന് x ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഈ ഡോട്ടഡ് ലൈൻ വരച്ചിരിക്കുന്നത്, y ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഈ ഡോട്ടഡ് ലൈൻ വരച്ചിരിക്കുന്നത്. ഇനി ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞേ, ഇതെന്തായിരിക്കും? ഈ ലെങ്ത് എന്തായിരിക്കും? ഈ ലെങ്ത് ദിസ് ലെങ്ത് AM എന്ന് വിളിച്ചോ, N P. A ആണല്ലോ ഈ പോയിന്റ്. This is our point A. AM ലെങ്ത് എന്തായിരിക്കും? AM ലെങ്ത് എന്ന് പറയുന്നത് PM ലെങ്ത് തന്നെയല്ലേ? PM ലെങ്ത് എന്ന് പറയുന്ന സാധനം ON - OP അല്ലേ? ON എന്ന് പറയുന്നത് എന്താണ്? ബിയുടെ എക്സ് കോർഡിനേറ്റ് ആണ്. OP എന്ന് പറയുന്നത് എയുടെ എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പൊ PM ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ എക്സ് കോർഡിനേറ്റ് ആണ്.
ആണോ നോക്കിയിട്ട് പറഞ്ഞേ. Pn എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ എക്സ് കോർഡിനേറ്റ് ആണ്. ഡിഫറൻസ് ഇൻ എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പൊ Pn എന്ന് പറയുന്ന സാധനം x2 മൈനസ് x1 ആണ്. x2 മൈനസ് x1. അപ്പൊ ഈ ലെങ്ത് നമുക്കറിയാം x2 മൈനസ് x1 ആണ്. അതേപോലെ നമുക്ക് മനസ്സിലായത് എന്താണ്, ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ് ആണ്, y2 മൈനസ് y1. അപ്പൊ ഈ ട്രയാങ്കിൾ നമുക്ക് പെട്ടെന്ന് പറയാം tan തീറ്റ എന്ന് പറയുന്നത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ് നമ്മുടെ സ്ലോപ്പ്. ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ x കോർഡിനേറ്റ്. ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ഡിഫറൻസ് ഇൻ x കോർഡിനേറ്റ്. നിങ്ങൾ മേലെ y2 മൈനസ് y1 എടുക്കണമെങ്കിൽ താഴെ x2 മൈനസ് x1 എടുക്കണം കേട്ടോ. മേലെ y1 മൈനസ് y2 എടുക്കണമെങ്കിൽ താഴെ x1 മൈനസ് x2 എടുക്കാം. കൺഫ്യൂഷൻ ഉണ്ടോ? ഫിസിക്സ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ശരിയാണ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് സംഭവം. ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ്. ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ്. ക്ലിയർ അല്ലേ? അപ്പോളേ നിങ്ങള് മുന്നേ 10ാം ക്ലാസ്സിൽ ചെയ്തൊരു പ്രോബ്ലം ഇല്ലേ, ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞാല് 3 പോയിന്റ്സ് കൊളീനിയർ ആണോ ചെക്ക് ചെയ്യാൻ. 3 പോയിന്റ് കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നിങ്ങൾ പല രീതിയിൽ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞല്ലോ. സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചും ഏരിയ ഉപയോഗിച്ചിട്ടും ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇപ്പൊ നമുക്ക് സ്ലോപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. 3 പോയിന്റ്സ് കൊളീനിയർ ആണോ എന്നുള്ളത് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, സ്ലോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. സ്ലോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 പോയിന്റുകൾ കൊളീനിയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. എന്തായിരിക്കും സ്ലോപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നുണ്ടാവാം? 3 പോയിന്റുകൾ സപ്പോസ് തന്നിരിക്കുക, എ ബി സി. ഇതിന്റെ കോർഡിനേറ്റ്സ് x1 y1, ഇതിന്റെ കോർഡിനേറ്റ്സ് x2 y2, ഇതിന്റെ കോർഡിനേറ്റ്സ് x3 y3. ഇത് മൂന്നും ഒരേ ലൈനിലെ പോയിന്റ്സ് ആണെങ്കിൽ, ഒരേ ലൈനിലെ പോയിന്റുകളാണെങ്കിൽ നമുക്കറിയാം എയും ബിയും ഉണ്ടാക്കുന്ന സ്ലോപ്പ് തന്നെയായിരിക്കും ബിയും സിയുടെ സ്ലോപ്പ്. കാരണം എന്താ, ഒരു ലൈനിന് യുണീക്ക് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് സ്ലോപ്പ്. ഏത് ലൈൻ എടുത്താലും അതിനൊറ്റ സ്ലോപ്പ് ഉണ്ടാവുള്ളൂ, യുണീക്ക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്. അപ്പൊ എയും ബിയും കൊണ്ട് ഉണ്ടാക്കുന്ന സ്ലോപ്പ് എം എ ബി തന്നെയായിരിക്കണം എന്ത്, എം ബി സി. എം എ ബി തന്നെയായിരിക്കണം എം ബി സി. ഇതാണ് ഐഡിയ. ഐഡിയ ക്ലിയർ അല്ലേ? യെസ് യെസ് യെസ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് ക്വിക്ലി, സിമ്പിൾ കാര്യമാണ്. Find the value of x. Find the value of x for which x comma minus 1, 2 comma 1, 4 comma 5 are collinear. 4 comma 5 are collinear. Find the value of x for which x comma minus 1, 2 comma 1, 4 comma 5 are collinear.
ആൻസർ കിട്ടിയാൽ പറയും, വേഗം പറ, എല്ലാവരും പറയണത്. യെസ്, ആൻസർ പറഞ്ഞോ. എന്താണ് ഇത്? എ ബി സി എന്ന് വെച്ചാൽ എയും ബിയും കൂടി ഉണ്ടാക്കുന്ന സ്ലോപ്പ് 1 മൈനസ് മൈനസ് 1 ബൈ 2 മൈനസ് എക്സ്. അത് തന്നെയായിരിക്കും സിയും ബിയും കൂടി ഉണ്ടാക്കുന്ന സ്ലോപ്പ് 5 മൈനസ് 1 ബൈ 4 മൈനസ് 2 4 ബൈ 2 ബൈ 2. അപ്പൊ 2 ബൈ 2 മൈനസ് എക്സ് ആണെന്ത് 2. അപ്പൊ 2 മൈനസ് എക്സ് എന്താവണം 1 ആവണം, എക്സ് എന്താവണം 1. പ്രശ്നമില്ലല്ലോ. കിട്ടിയില്ലേ? എന്താ ബാക്കിയുള്ളവർ റിപ്ലൈ പറയാത്ത? എല്ലാരും പറയണം. 38 പേരുണ്ട് ഇതില്. എല്ലാവരും ആൻസർ പറയണം. ശരി, ഓക്കെ അല്ലേ? ശരി, ശ്രദ്ധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ സ്ലോപ്പ് എന്ന് പറഞ്ഞ സാധനം ഒരു ലൈനിന്റെ ഡയറക്ഷൻ ഡിസൈഡ് ചെയ്ത ക്വാണ്ടിറ്റി ആണ്. അത് ആ ലൈനിൽ യുണീക്ക് ആയിട്ടുള്ള നമ്പർ ആണ്. ആ ലൈനിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് രണ്ട് ലൈൻസ്, 2 lines parallel ആവാനുള്ള കണ്ടീഷൻ. കണ്ടീഷൻ that 2 lines are parallel. രണ്ട് ലൈൻസ് തന്നിരിക്കുക. സപ്പോസ് ഒന്നിന്റെ സ്ലോപ്പ് m1 മറ്റേതിന്റെ സ്ലോപ്പ് m2 ആണെങ്കിൽ പാരലൽ ആവാനുള്ള കണ്ടീഷൻ m3. രണ്ട് ലൈൻസ് പാരലൽ ആവണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? പറയണോ? എല്ലാവരും പറ. m1 ഈക്വൽ ടു എന്തായിരിക്കും m2. കാരണം എന്താ? ഈ ആംഗിൾ ആൽഫയും ഈ ആംഗിൾ ബീറ്റയും ആണെങ്കിൽ ആൽഫയും ബീറ്റയും സെയിം ആയിരിക്കും, പാരലൽ ലൈൻസ് ആയാലും. അപ്പൊ m1 is equal to എന്തായിരിക്കും m2. m1 is equal to m2. അപ്പൊ രണ്ട് ലൈൻസ് പാരലൽ ആവാനുള്ള കണ്ടീഷൻ m1 is equal to m2. സ്ലോപ്സ് സെയിം ആണ്. അപ്പൊ വേറെ രീതിയിൽ ചോദിക്കുക, ഒരു ലൈനിന്റെ സ്ലോപ്പ് 2 ആണ്, അതിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? 2. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഐഡിയ മറക്കരുത്. ഏതെങ്കിലും ഒരു സ്ലോപ്പ് തന്നിട്ടുണ്ട്, അപ്പൊ അതിന് പാരലൽ ആയിട്ടുള്ള ഏതൊരു ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഫൈൻ. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ എഴുതിയില്ലേ? രണ്ട് ലൈൻസ് പാരലൽ ആവാനുള്ള കണ്ടീഷൻ, രണ്ട് ലൈൻസ് പാരലൽ ആവാനുള്ള കണ്ടീഷൻ നെക്സ്റ്റ് രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ.
Two lines are perpendicular. Two lines are perpendicular. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ. ഇതൊക്കെ എന്റെ കയ്യിൽ രണ്ട് ലൈൻസ് തന്നിരിക്കുകയാണ്. രണ്ട് ലൈനിന്റെ സ്ലോപ്പുകൾ നമുക്കറിയാം. ഇത് M1, ഇത് M2. ഈ ആംഗിള് ആൽഫ, ഈ ആംഗിള് ബീറ്റ. ആംഗിള് ബീറ്റ. ഇതെന്താണ്? പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് എന്താണ്? π/2. ഓക്കെ, രണ്ട് ലൈൻസ് തന്നിരിക്കണം. എന്താണ് സീന്? രണ്ട് ലൈൻസ് തന്നിരിക്കണം. ഒരു ലൈന് എക്സ് ആക്സിസ് ഉണ്ടാകുന്ന ആംഗിൾ ആൽഫ, ഇത് സ്ലോപ്പ് M1. ഒരു ലൈൻ എക്സ് ആക്സിസ് ഉണ്ടാകുന്ന ആംഗിൾ മറ്റേ രണ്ടാമത്തെ ലൈൻ എക്സ് ആക്സിസ് ഉണ്ടാകുന്ന ആംഗിൾ ബീറ്റ, അതിന്റെ സ്ലോപ്പ് M2. അപ്പൊ M1 is equal to tan ആൽഫയും M2 is equal to tan ബീറ്റയും. ചോദ്യം ഇതാണ്, എന്താണ്? സ്ലോപ്പുകളാണ് തന്നിട്ടുള്ളതെങ്കിൽ സ്ലോപ്പിന്റെ കണ്ടീഷൻ എന്താണ്? ഇത് രണ്ടും എന്താണ്? പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ. ആദ്യം നമുക്ക് ആംഗിളിന്റെ കണ്ടീഷൻ എന്താ നോക്കാം. ആംഗിളിന്റെ കണ്ടീഷൻ രണ്ട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആൽഫ പ്ലസ് π/2 അല്ലേ ബീറ്റ വരാം എന്ന് പറഞ്ഞ ആൽഫ പ്ലസ് π/2 അല്ലേ ബീറ്റ വരാം. ആൽഫ പ്ലസ് π/2 അല്ലേ ബീറ്റ വരാം. യെസ് ഓർ നോ? ആൽഫ പ്ലസ് π/2 അല്ലേ ബീറ്റ വരാം. ആണോ? ആണോ? Yes, external angle is sum of interior angle, interior opposite angles. How? ഒരു ട്രയാങ്കിളുടെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിളുകളുടെ സമ്മാണ്. വിഷ്ണു, ശങ്കർ, പ്രശ്നമുണ്ടോ? അത് ഇത് ചുമ്മാ കാണാണ്ട് പഠിക്കുന്ന സാധനമല്ല. ഇതെന്താ കാര്യം? ബീറ്റ എന്ന് പറയുന്ന സാധനം 180 മൈനസ് ഈ ആംഗിൾ ആണ്. 180 മൈനസ് ഈ ആംഗിൾ ആണ്. 180 മൈനസ് ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ സമ്മാണ്. കാരണം എന്താ? ട്രയാംഗിൾ മൊത്തം 180 ആണ്. കാണാതെ പഠിക്കുന്നോണ്ടോ നിങ്ങൾക്കത് ഓർമ്മയില്ലാത്തത്? കാണാതെ പഠിച്ചതിന് എങ്ങനെ ഓർമ്മ ഉണ്ടാവാ? ഓക്കെ, യെസ്. അപ്പൊ നമുക്കറിയാം ആൽഫ പ്ലസ് π/2 ആണ് ബീറ്റ വരാൻ. ആൽഫ പ്ലസ് π/2 ആണ് ബീറ്റ വരാൻ. ഓക്കെ, അപ്പൊ π/2 മൈനസ് ബീറ്റ ആണ് മൈനസ് ആൽഫ. π/2 മൈനസ് ബീറ്റ ആണ് മൈനസ് ആൽഫ. ഇനി രണ്ട് സൈഡിൽ എനിക്ക് സ്ലോപ്പിൽ കൊണ്ടുവരാം. സ്ലോപ്പ് രംഗത്ത് ഇറക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ടാൻ എടുക്കണമല്ലോ. സ്ലോപ്പ് രംഗത്ത് ഇറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടാൻ എടുക്കണം. അപ്പൊ ടാൻ എടുക്കാം. അവിടെ ടാൻ ഓഫ് π/2 മൈനസ് ബീറ്റ ആയിരിക്കും ടാൻ ഓഫ് മൈനസ് ആൽഫ. പുറത്തേക്ക് കാണില്ല അല്ലെ? എഴുതിക്കുന്ന കുഴപ്പമില്ല. Tan of π/2 minus bt ആയിരിക്കും tan of minus alpha. ഇതിൽ വിരോധമുണ്ടോ? tan എടുത്ത് രണ്ട് സൈഡ്. tan π/2 minus beta എന്ന് പറയുന്നത് cot beta. cot beta ആണ് tan of minus alpha minus tan alpha. ഇനി cot beta എന്ന് പറയുന്ന സാധനം 1/tan beta. 1/tan beta is equal to minus tan alpha. 1/tan beta is equal to minus tan alpha. ഇനി 1/tan beta എന്ന് പറയുന്ന സാധനം ഒന്നാലോചിക്കുക 1/m2. 1/m2 ആണെന്ന് കിട്ടണം നമുക്ക് minus m1 കിട്ടണം. അഥവാ m1 into m2 is equal to minus 1. m1 into m2 is equal to minus 1. m1 into m2 is equal to minus 1. ഓക്കെ അല്ലേ? നോക്കിയേ, എന്തെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തുണ്ടോ?
രണ്ട് സൈഡിലും ടാൻ എടുത്തു. ഓക്കെ, രണ്ട് സൈഡിലും ടാൻ എടുത്തു. അപ്പൊ m1 into m2 is equal to -1 എന്ന് കിട്ടി നമുക്ക്. m1 into m2 is -1. അപ്പൊ രണ്ട് ലൈൻസ് സ്ലോപ്പുകൾ m1 m2 ആണ്. രണ്ട് ലൈനുകളുടെ സ്ലോപ്പ് m1 m2 ആണെങ്കിൽ അത് പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ m1 m2 is equal to -1. m1 m2 is equal to -1. m1 m2 is equal to -1. നോട്ട് ചെയ്യ്, വേഗം 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 നോട്ട് ചെയ്യൂ. പോയി അതിന്റെ ശരി എഴുതി അല്ലെ. അപ്പൊ അത് എത്രയേ ഉള്ളൂ, രണ്ട് ലൈൻസിന്റെ സ്ലോപ്സ് m1 ഉം m2 ആണെങ്കിൽ എന്താണ് പറഞ്ഞ കണ്ടീഷൻ? m1 m2 is equal to -1 ആണ് പെർപെൻഡിക്കുലർ ആവുന്ന കണ്ടീഷൻ. വേറെ രീതി പറഞ്ഞാൽ m2 has to be -1 by m1. m2 has to be -1 by m1. അപ്പൊ അതിന് പറയണ ഒരു ലൈനിന്റെ സ്ലോപ്പ് m ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഒരു ലൈനിന്റെ സ്ലോപ്പ് m ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഒരു ലൈനിന്റെ സ്ലോപ്പ് m ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? m2 ഒന്നുമില്ല ഇവിടെ, m2 ഒന്നുമില്ല. ഒരു ലൈനിന്റെ സ്ലോപ്പ് m ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഒരു ലൈനിന്റെ സ്ലോപ്പ് m1 m2 ഒന്നുമില്ല, ഞാൻ പറഞ്ഞത് വെച്ചാൽ ഒരു ലൈനിന്റെ സ്ലോപ്പ് m ആണ്, അതിന് പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് റെസിപ്രോക്കൽ -1 by m. സിമ്പിൾ. ഇപ്പോഴും ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ പലർക്കും. -1 by m. ഓക്കെ, ഒരു ലൈനിന്റെ സ്ലോപ്പ് 2020 ആണ്. ബൈ ദ വേ, ലൈനിന്റെ സ്ലോപ്പ് 2020 ആവാൻ പറ്റും, 2020 ഒക്കെ ആവാൻ പറ്റും. ഒരു ലൈനിന്റെ സ്ലോപ്പ് 2020 ആവാൻ പറ്റും. ഒരു ലൈനിന്റെ സ്ലോപ്പ് 2020 ആവാൻ പറ്റുമോ? പറ്റുമോ? വിഷ്ണു എന്താ പറ്റാത്ത? നമ്മൾ കണ്ടു സ്ലോപ്പ് എല്ലാ റിയൽ വാല്യൂസും ആവുമെന്ന് പറഞ്ഞു. സ്ലോപ്പ് എല്ലാ റിയൽ വാല്യൂസും ആണ്. സ്ലോപ്പ് എല്ലാ റിയൽ വാല്യൂസും പറ്റും. ഓക്കെ, സ്ലോപ്പ് എല്ലാ റിയൽ വാല്യൂസും പറ്റും. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ടേ, സയന്റിഫിക് കാൽക്കുലേറ്റർ ഇപ്പൊ എല്ലാ ഫോണിലും ഉണ്ടല്ലോ, കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാം tan 60 ഡിഗ്രി അടിച്ചു കൊടുത്താല് 1.732 കിട്ടും. 1.732 കിട്ടും tan 60 ഡിഗ്രി അടിച്ചാൽ. പിന്നെ tan 90 ഇതിൽ കാണിക്കില്ല, പക്ഷെ tan 89 ഒക്കെ എടുത്തു നോക്കും നിങ്ങൾ. 89 tan ഒക്കെ എടുത്ത് നോക്കണ്ട, 57 എത്തി ടാനിന്റെ വാല്യൂ. 57 എത്തി. എത്രയാണ്? tan 89. tan 89.9 കൊടുത്തു. അപ്പൊ 570 എത്തി ടാനിന്റെ വാല്യൂ. 570 എത്തി.
പിന്നെ 89.999 ഒക്കെ കൊടുത്തു, 999 കൊടുത്തു ടാനിന്റെ വാല്യൂ. പക്ഷേ 57,000 ടാനിന്റെ വാല്യൂ. മനസ്സിലായോ? അപ്പൊ 89 57 ടാനിന്റെ വാല്യൂ. പക്ഷെ പിന്നീട് അത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പൊ 2018 വരുമോ? സ്ലോപ്പിന്റെ വാല്യൂ 2018 വരുമോ? ഹൗവാ? അതാണ് പറഞ്ഞത്, ടാനിന്റെ പ്രോപ്പർട്ടി അങ്ങനെയാണ്, സൈൻ ബൈ കോസ് എടുക്കുമ്പോ അതിന്റെ വാല്യൂസ് അങ്ങനെയാണ് വരുന്നത്. സൈൻ ബൈ കോസ് എടുക്കുമ്പോ അങ്ങനെയാണ് വരിക. അതായത് സൈൻ 89 ഡിഗ്രി, ടാൻ 89 ഡിഗ്രി എന്ന് പറയുന്നത് സൈൻ 89 ഡിഗ്രി ബൈ കോസ് 89 ഡിഗ്രി ആണ്. ഇത് കണ്ടുപിടിച്ച് വരുമ്പോ അതിന്റെ വാല്യൂ 57 അടുത്താണ് വരുന്നതാണ്. ഹൗന്ന് ചോദിച്ചാൽ അങ്ങനെ വാല്യൂ വരുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ 2018 വരാം സ്ലോപ്പ് കേട്ടോ. അപ്പൊ സ്ലോപ്പ് 1/2018 വരാൻ പറ്റുമോ? 1/2018 ഒക്കെ വരാൻ പറ്റുമോ? ഒരു ലൈനിന്റെ സ്ലോപ്പ് അതും പറ്റും. 0ന്റെ വളരെ അടുത്തുള്ള നമ്പർ ആണെങ്കിൽ 1/2018 വരും, അതൊന്നും പ്രശ്നമില്ല. ഞാനിപ്പോ ചോദിച്ച ചോദ്യം ഇതാണ്, 2018 2020. ഒരു ലൈനിന്റെ സ്ലോപ്പ് 2020 ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഒരു ലൈനിന്റെ സ്ലോപ്പ് 2020 ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് -1/2020. -1/2020. ഓക്കെ, അതും കിട്ടി. ഓക്കെ, ശരി. അപ്പൊ നമ്മളിപ്പോഴേ ലൈനുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന കേസില് സ്ലോപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കണേ. അല്ലെ, ലൈനുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന 2 സ്പെഷ്യൽ കേസ് കണ്ടു. എന്താണ്? ഒന്ന് പെർപെൻഡിക്കുലർ ആണ് കേസും പാരലൽ ആണ് കേസും കണ്ടു. ഇനി ഞാൻ പറയുന്നത് ഇൻ ജനറൽ 2 ലൈൻസ് ഇന്റർസെക്ട് ചെയ്തു. ഇൻ ജനറൽ 2 ലൈനുകൾ ഇന്റർസെക്ട് ചെയ്തു. ഇൻ ജനറൽ ഈ 2 ലൈനുകൾ ഇന്റർസെക്ട് ചെയ്തു. 2 ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് നമുക്ക് നോക്കാം. അതിൽ ഒരു ലൈനിന്റെ സ്ലോപ്പ് m1 ആണ് തന്നിട്ടുണ്ട്, വേറെ ലൈനിന്റെ സ്ലോപ്പ് m2 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, m1 m2 അറിയാമെങ്കിൽ ഈ ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കൂ കേട്ടോ. ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ്, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. എന്റെ സ്ലോപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്, സ്ലോപ്പ് ബേസിക്കലി ആ ലൈനുകളുടെ എന്താ പറയുക, ഡയറക്ഷൻ തരുന്നത്. അപ്പൊ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനുകൾ തമ്മിലുള്ള ആംഗിൾ ആണ് ബേസിക്കലി. ഓക്കെ, ഡയറക്ഷൻ തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 2 ലൈൻസിന്റെ ആംഗിളുകൾ കണ്ടുപിടിക്കാൻ അതിന്റെ സ്ലോപ്പുകൾ തന്നാൽ മതി. സ്ലോപ്പുകൾ തന്നാൽ എങ്ങനെ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം എന്താണ് ഈ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് നോക്കാം. 2 ലൈൻസ് ഇന്റർസെക്ട് ചെയ്താലേ എത്ര ആംഗിൾ ഉണ്ടാവുന്നുണ്ട് അവിടെ? 2 ലൈൻസ് ഇന്റർസെക്ട് ചെയ്താൽ ഇപ്പൊ കാണാലോ അല്ലെ? 2 ലൈനുകൾ ഇന്റർസെക്ട് ചെയ്താൽ എത്ര ഇതുണ്ടാവുന്നുണ്ട് അവിടെ? എത്ര ആംഗിൾസ് ഉണ്ടാവുന്നത് പറഞ്ഞേ? ഒരാംഗിളോ? 4 ആംഗിൾ ഇല്ലടോ. 4 ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതിൽ രസം എന്താണെന്ന് വെച്ചാല് ഈ ആംഗിളും സെയിം ആണ്, ഈ ആംഗിളും സെയിം ആണ്. ഇനി അത് മാത്രല്ല, ഇത് നമ്മൾ തീറ്റ എന്ന് വിളിച്ചത് പൈ മൈനസ് തീറ്റയാണ്. ഓക്കെ, അപ്പൊ 4 ആംഗിൾ ഉണ്ടെങ്കിലും തമ്മിലൊക്കെ ബന്ധങ്ങളുണ്ട്. എന്താണ്? 2 എണ്ണം സെയിം ആണ്, ഇത് രണ്ടും സെയിം ആണ്. ഈ മാത്രമല്ല ഇത് തീറ്റ ആണ്, ഇത് 180 മൈനസ് തീറ്റയാണ്. അപ്പൊ ഈ 4 ആംഗിളും നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റണ്ട. യു ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് ദി acute angle between these 2 lines. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേ ആംഗിൾ ഒബ്റ്റ്യൂസ് ആയിരിക്കും. ഓക്കെ,
ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള അക്യൂട്ട് ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി മറ്റേതായിരിക്കും 180 മൈനസ് തീറ്റ ഉപയോഗിച്ച് കിട്ടും. കുഴപ്പമുണ്ടോ? ഐഡിയ ഓക്കെ അല്ലേ? ശരി, അപ്പൊ ശ്രദ്ധിക്കും. അപ്പൊ ഫസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് m1 ഉം സെക്കൻഡ് ലൈനിന്റെ സ്ലോപ്പ് m2 ആണ്. ഫസ്റ്റ് ലൈൻ എക്സ് ഇത് തമ്മിലുള്ള അക്യൂട്ട് ആംഗിൾസ് തീറ്റ ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ലൈൻ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാകുന്ന ആംഗിൾ ആൽഫ എന്ന് വിചാരിക്കാം. സെക്കൻഡ് ലൈൻ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാകുന്ന ആംഗിൾ ബീറ്റ എന്ന് വിചാരിക്കാം. ഫൈൻ. ഇനി ഇത് തമ്മിലുള്ള ആംഗിൾ അക്യൂട്ട് ആംഗിൾ തീറ്റ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. ശ്രദ്ധിച്ചോട്ടോ. അപ്പൊ എങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, ആൽഫ പ്ലസ് തീറ്റ ആയിരിക്കില്ലേ ബീറ്റ? ആണോ? ആണല്ലോ. യെസ്. ബൈ ദ വേ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ m1 m2 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ m1 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഞാൻ ആൽഫ എന്ന് എടുത്തു. അതായത് ടാൻ ആൽഫ ആയിരിക്കും m1. അതുപോലെ ടാൻ ബീറ്റ ആയിരിക്കും എന്ത്? m2. ഓക്കേ. ആൽഫ പ്ലസ് തീറ്റ ബീറ്റ ആണെന്ന് മനസ്സിലായല്ലോ. അഥവാ തീറ്റ എന്ന് പറഞ്ഞ സാധനം ബീറ്റ മൈനസ് ആൽഫ ആണല്ലോ. രണ്ട് സൈഡിൽ ടാൻ എടുക്കുക. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഓഫ് ബീറ്റ മൈനസ് ആൽഫ ആയിരിക്കുമല്ലോ. ഇതും പ്രശ്നമില്ലല്ലോ. ഇനി നമ്മൾ കണ്ടുപിടിച്ചിട്ട് ടാൻ ഓഫ് ബീറ്റ മൈനസ് ആൽഫ എന്താണ്? ടാൻ ഓഫ് ബീറ്റ മൈനസ് ആൽഫ എന്താന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ ടാൻ ഓഫ് ബീറ്റ മൈനസ് ആൽഫ നമ്മൾ കണ്ടുപിടിച്ചത്? ദിസ് ഈസ് ഗോയിങ് ടു ബി ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ ബൈ ടാൻ 1 പ്ലസ് ടാൻ ബീറ്റ ടാൻ ആൽഫ. ഓർമ്മയില്ലേ? Tan theta is this. Tan beta minus tan alpha by 1 plus tan beta tan alpha. അപ്പൊ അതിന് tan theta നമുക്ക് എന്താണെന്ന് കിട്ടി? Tan theta is equal to m2 minus m1 by 1 plus m1 and 2. Okay. നമ്മളിത് കണ്ടുപിടിച്ച് വരുമ്പോ ഇതെന്തായിരിക്കും? ഇത് പ്ലസോ മൈനസ് പോസിറ്റീവോ നെഗറ്റീവോ വരും. ഓക്കെ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമുക്ക് കിട്ടിയത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. പോസിറ്റീവ് കിട്ടിയതിന്റെ അർത്ഥം എന്താ? നമുക്ക് കിട്ടിയത് അക്യൂട്ട് ആംഗിൾ ആണ്. ഓക്കെ. അപ്പൊ എപ്പോഴും അക്യൂട്ട് ആംഗിൾ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? മോഡുലസ് എടുക്കാം. മോഡുലസ് എടുത്ത അക്യൂട്ട് ആംഗിൾ തരും. ഓക്കെ. അപ്പൊ tan theta is equal to modulus of m2 minus m1 by 1 plus m1 m2. Tan theta is equal to modulus of m2 minus m1 by 1 plus m1 m2. മോഡുലസ് എടുത്തതിന്റെ അർത്ഥം എന്താ? തീറ്റ ഇത് തമ്മിലുള്ള അക്യൂട്ട് ആംഗിൾ ആയിരിക്കും തരുന്നുണ്ടാവുക. ഓക്കെ. ഫൈനൽ നോട്ട് ചെയ്ത് വേഗം ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക് ഇനി. ഒന്നുമില്ല. സപ്പോസ് നിങ്ങൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു. tan beta minus tan alpha by 1 plus tan beta tan alpha കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. കാരണം ഇതിങ്ങനെ ഞാൻ വരച്ച ഷേപ്പ് പ്രകാരമാണ് നിങ്ങൾക്ക് അക്യൂട്ട് ആയിട്ട് തോന്നുന്നത്. അക്യൂട്ട് തന്നെ ആവുന്നില്ല, ഒബ്റ്റ്യൂസ് ആവാമല്ലോ. അപ്പൊ അക്യൂട്ട് ആണെങ്കിൽ ഇത് എന്ത് വരും? പോസിറ്റീവ് വരും. ഒബ്റ്റ്യൂസ് ആണെങ്കിൽ ഇത് വരും, നെഗറ്റീവ് വരും. ഓക്കെ. അപ്പൊ tan theta is equal to m2 minus m1 by 1 plus m1 m2 എടുക്കുമ്പോൾ ഇത് ഒന്നുകിൽ അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. ഓക്കെ. അപ്പൊ തീറ്റ ഒരു ആംഗിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റേ ആംഗിൾ എന്താണ്? പൈ മൈനസ് തീറ്റ ആണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ടാൻ വാല്യൂ ടാൻ തീറ്റ ആണെങ്കിൽ ഇവിടുത്തെ കറസ്പോണ്ടിങ് വാല്യൂ എന്താണെന്ന് വെച്ചാൽ ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ ആണ്.
tan of phi minus theta നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മൈനസ് tan theta ഓക്കേ എന്ന് വെച്ചാൽ ഒന്നുമില്ല ഈ ഒരു അക്യൂട്ട് ആംഗിൾ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ഉണ്ടോ അതിന്റെ tan വാല്യൂസ് നെഗറ്റീവ്സ് ഓഫ് ഈച്ച് അതർ ആയിരിക്കും ഓക്കേ അതിന്റെ എന്താണ് tan വാല്യൂസ് നെഗറ്റീവ്സ് ഓഫ് ഈച്ച് അതർ ആയിരിക്കും രണ്ട് ആംഗിൾസ് ഉണ്ടാവും ഒരു അക്യൂട്ട് ആംഗിൾ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ അതിന്റെ ഒന്നിന്റെ വാല്യൂ സേ അക്യൂട്ട് ആംഗിളിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഒബ്റ്റ്യൂസ് ആംഗിളിന്റെ വാല്യൂ എന്തായിരിക്കും അതേ വാല്യൂ തന്നെ നെഗറ്റീവ് ആയിരിക്കും അത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം നിങ്ങൾക്ക് തീറ്റ എപ്പോഴും അക്യൂട്ട് തരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി മോഡുലസ് എടുത്താൽ മതി മോഡുലസ് എടുത്താൽ എന്തായിരിക്കും അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവില്ല അത് എപ്പോഴും എന്ത് തരും അക്യൂട്ട് ആംഗിൾ തരും അത്രേ ഉള്ളൂ Fine. Yes. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് ചോദിച്ചു നോക്കാം എഴുതിയില്ല എല്ലാവരും നോട്ട് ചെയ്തില്ലേ Yes, first question. NCERT ബുക്കിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാം പ്ലസ് വണ്ണില് നെറ്റിലെ ക്വസ്റ്റ്യൻ തരാം ഒന്ന് ചെയ്ത് നോക്കാൻ തരാം NCERT എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം Question number 5. Find the slope of a line which passes through origin and midpoint of the line segment joining the points P 0, -4, B 8, 0. Question number 5. വേഗം ആയിക്കോട്ടെ quickly കിട്ടിയ ആൻസർ ടൈപ്പ് ചെയ്യൂ എല്ലാരും പറയേണ്ട ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഒറിജിനും പിന്നെ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 പോയിന്റ്സ്
യെസ് ആൻസർ എന്താണ്? ആദ്യം മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. മിഡ് പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ 0 + 8 by 2 അഥവാ 4, -2 0 0. അപ്പൊ 1.00 ആണെങ്കിൽ എളുപ്പമാണ്. എന്താ കാരണം? y by x ചെയ്താൽ മതി നേരെ, കാരണം മറ്റേ 0 ആണല്ലോ. അപ്പൊ -2/4 -1/2 -1/2 ആൻസർ. എന്റെ 1/2 ചിലർക്കൊക്കെ കിട്ടിയിരിക്കാൻ എന്താണോ 1/2 കിട്ടിയിരിക്കുന്നത് കാൽക്കുലേഷൻ പറ്റുന്നത് ചെയ്യാൻ. നമുക്ക് ഏത് ഓർഡറിലാണ് എടുക്കണേ ആ ഓർഡറിൽ താഴെ എടുക്കണം. ന്യൂമറേറ്റർ ഏത് ഓർഡർ എടുക്കണേ? വിഷ്ണു ശങ്കർ, റിയ, ആദർശ്, പിന്നെ വിഷ്ണു ശങ്കർ, പിന്നെ വിഷ്ണു ശങ്കർ. ബാക്കിയുള്ളൊരു ആൻസറേ പറഞ്ഞിട്ടില്ല. എന്താ പ്രശ്നം പറയുന്നത്? അതിൽ പ്രശ്നം പറയണോ? കറക്റ്റ് ചെയ്തോ? വിഷ്ണു, ആദർശ്, റിയ. വിഷ്ണു പറയണോ? എന്താ പ്രശ്നമില്ല? യൂട്യൂബിൽ കളിക്കാണോ? ഓക്കെ, ശരി ശരി ശരി. സിമ്പിൾ ക്വസ്റ്റ്യൻ, പ്രശ്നമുള്ളതല്ല. എന്നാ വേറെ ഒന്നും ചെയ്യാൻ നമുക്ക്. പത്താമത്തെ ചോദ്യം. Find the angle between x-axis and the line joining the points 3 - 1, 4 - 2.
കാണുന്നില്ലേ? Question number 10. Find the angle between x-axis and the line joining the points 3 minus 1, 4 minus 2. Angle ഉണ്ടോ? Angle between -1 angle. Angle between x-axis and line joining the points 3 minus 1, 4 minus 2. പടം വരയ്ക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ അവരെ വരയ്ക്കാൻ നോക്കിയാൽ വേണമെങ്കിൽ വരച്ചു തരാം. ഏതാ പോയിന്റ്? ത്രീ മൈനസ് 1 അല്ലെ? ആദ്യത്തെ പോയിന്റ് 3, -1. 3, -1. രണ്ടാമത്തെ പോയിന്റ് ഏതാ? 4, -2. ഇനിയാണ് ലൈൻ ജോയിൻ ചെയ്തു. ഇങ്ങനത്തെ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈൻ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആയിട്ടാണ് ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. 45 അല്ല, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുമ്പോഴേ ഈ ആംഗിളാണ് മെഷർ ചെയ്യുന്നത്. ഈ ആംഗിൾ ഒരു മിനിറ്റ്.
ഓക്കെ ഇത് വിടാം. ആകെ സ്റ്റക്കായില്ല. ഇങ്ങനെയാണ് സീൻ. ഇവിടെ രണ്ട് പോയിന്റ്സ് വെച്ചുകൊണ്ട് ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. ഇപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോഴേ നമുക്ക് കിട്ടുന്നത് എന്താന്ന് നോക്കാം. സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് കണ്ടുപിടിക്കാം എന്താണ് ഈ ലൈനിന്റെ സ്ലോപ്പ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. ഈ രണ്ട് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഏതൊക്കെ പോയിന്റ്സ് 3, -1 b 4, -2. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഈ ലൈനിന്റെ സ്ലോപ്പ് m. ഇത് തീറ്റ ആണെങ്കിൽ ടാൻ തീറ്റ. ടാൻ തീറ്റ എന്താ തരാൻ പോകുന്നത്? -2 -1/4 -3. നമ്പർ തെറ്റിയത് തീറ്റ. ഇത് -1 ആക്കി കിട്ടണം. -1 എന്നാണ് കിട്ടുന്നത്. അപ്പൊ 45 ഡിഗ്രി അല്ല. കാരണം എന്താണ്? ഇത് ഏത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ടാന് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി ഇപ്പൊ തന്നെ പറഞ്ഞു എന്താണ് ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ ആണ് എന്ത് വരാൻ പോകുന്നത്? മൈനസ് ടാൻ തീറ്റ വരാൻ പോകുന്നത്. ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ ആണ് മൈനസ് ടാൻ തീറ്റ വരാൻ പോകുന്നത് പറഞ്ഞു. ട്രിഗണോമെട്രി ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. സ്കൂളിൽ എത്തുമ്പോൾ ട്രിഗണോമെട്രി ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അഥവാ ടാൻ ഓഫ് 135 ഡിഗ്രി ആണ് എന്ത് വരാൻ പോകുന്നത്? -45 ഡിഗ്രി വരാൻ. -1 വരാം. -1 നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ ഈ ആംഗിള് 135 ഡിഗ്രിയാണ്. 135 ഡിഗ്രിയാണ്. ശ്രദ്ധിക്കണേ, ഇത് എക്സ് ആക്സിസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആയിട്ട്. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. ഓക്കെ അല്ലേ? ഫൈൻ. ശരി, അടുത്ത ചോദ്യം. നെക്സ്റ്റ് ചോദ്യം നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 12. പന്ത്രണ്ടാമത്തെ ചോദ്യം. A line passes through x1, y1 and h, k. The slope of the line is m. Show that k minus y is equal to k minus y1 is equal to m into h minus x1. വേഗം ചെയ്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? ലൈൻ പാസസ് ത്രൂ x1 y1 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോപ്പിന്റെ ഡെഫിനിഷൻ തന്നെ എന്താണ്? m is equal to difference in y coordinates yes m is equal to restart it.
Just a minute. Okay. നമ്മളെ ചോദ്യം ഇതാണ്. Slope line passes through x1 y1. പിന്നെന്താണ് h, k. ഇതിന്റെ സ്ലോപ്പ് m ആണെങ്കിൽ നമുക്കറിയാം m is equal to പെട്ടെന്ന് പറയാം k minus y1 divided by h minus x1. ഇതന്നെയാണ് അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അവർ പറഞ്ഞത് എങ്ങനെയാണെന്ന് പറഞ്ഞു. k minus y1 is equal to m into h minus x1. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാതെ ഇത്രയും കൂടി സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഇത്രയും കൂടി ട്രിക്കിയാണ്. ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ. If 3 points h0, a, b, 0k lie on a line, show that a by h plus b by k is equal to 1. Show that a by h plus b by k is equal to 1. കിട്ടിയവരെ പറഞ്ഞേ, കിട്ടിയവരുണ്ടെങ്കിൽ. കിട്ടി, ഓക്കെ. 3 പോയിന്റ്സ് ഓൺ എ ലൈൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് a by h plus b by k is equal to 1. ചിലവര് ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, സ്ലോപ്പിന്റെ കോൺസെപ്റ്റ് ഒക്കെ. എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് സിലബസിൽ ICSE പഠിച്ചിട്ടുണ്ടാവും, CBSE പഠിക്കാത്തുണ്ടാവും. ഫിസിക്സിലൊക്കെ കാണുന്നതാണ്.
അയാൾക്ക് കിട്ടിയുള്ളൂ വരെ എന്താ UPS കാല് കെട്ടിയോ? കല്ല് പോയി കിടക്കെ അത് ജനറേറ്റർ വർക്ക് ചെയ്യണില്ലേ? ആണോ? നോക്കി എന്താ നോക്കിയൊക്കെ ജനറേഷൻ എന്താ പ്രശ്നം? വീഡിയോ പോയാ? വീഡിയോ ശരിയായോ? കറണ്ട് പോയതാണേ. ജനറേറ്റർ അപ്പൊ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ജനറേറ്റർ ആണോ പോണേ? അതെങ്ങനെ പോയത്? കാല് തട്ടിണ്ടായിരുന്നോ? ഇപ്പൊ നിനക്ക് കറണ്ട് കറക്റ്റ് UPS ഓൺ ആക്കിക്കോ. അല്ല UPS ഓഫ് ആണോ നോക്കിയാ എന്താ ശരി? UPS ഓഫ് ആയിക്കോ. UPS ഓഫ് ആയിക്കോ. ഓണാകുമല്ലോ ശബ്ദം ഉണ്ടാവും. ഞാൻ ക്ലാസ്സിലാണ് പോയത്. കിട്ടി ഓക്കെ. അപ്പൊ ചെയ്യാം. 3 പോയിന്റ്സ് തന്നിരിക്കുകയാണ്. 3 പോയിന്റുകൾ ഏതൊക്കെ? H0 പിന്നെ ഏതാണ് രണ്ടാമത്തെ പോയിന്റ് തന്നിരിക്കുന്നത്? AB 0, H0 AB 0, അതെന്താ പറഞ്ഞ? 3 പോയിന്റ്സ് കൊലീനിയർ ആണ് പറഞ്ഞിട്ടുണ്ട്. വർക്കാവണില്ലേ? അതല്ല, ഒന്ന് ഇവിടെ നോക്കൂ. ജനറേറ്റർ ആണോ പ്രശ്നം നോക്കൂ. ജനറേറ്ററാ? അപ്പൊ എന്താ ജനറേറ്റർ പവർ വരാത്ത കാരണം? ആ ഒരു കാര്യം ചെയ്യാം നമുക്ക്, നാളെ കണ്ടിന്യൂ ചെയ്യാം. ജനറേറ്റർ എന്തോ പ്രശ്നമുണ്ട്, ഇപ്പൊ ഓഫ് ആവും. നാളെ അല്ലേ നെക്സ്റ്റ് ക്ലാസ്? നാളെ ചെയ്തു തരാം. ഒരു മിനിറ്റ്, ഞാൻ ഹോംവർക്ക് എന്താണെന്നുള്ളത് പെട്ടെന്ന് പറയാം. ഒരു മിനിറ്റ്.
ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഇപ്പൊ ചെയ്ത് വേണ്ടോ വിചാരിക്കുന്നു. അല്ല, ഓൾമോസ്റ്റ് നമ്മൾ ചെയ്തത് തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ മെറ്റീരിയൽ ക്വസ്റ്റ്യൻ നമ്പർ 1 to 7 ഓരോ ചെയ്തതായിരിക്കും ചിലപ്പോ. ക്വസ്റ്റ്യൻ നമ്പർ 1 to 7. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല. യെസ് ഗൂഗിൾ ഫോമിൽ ഇടാൻ പറയാം. സോറി, ഇന്ന് ചെറിയൊരു പ്രശ്നം വന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.